من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث فيه منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله مولانا العلي العظيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നത്തുൽ ഫിർദൗസിലും നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ സൂക്തമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. മനുഷ്യ സമൂഹത്തിന്റെ വികാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത വഴി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിൽ നിൽക്കുമ്പോൾ കുടുംബബന്ധം എന്നതിന് വലിയ പ്രാധാന്യം അല്ലാഹു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്കും ഈ പ്രസംഗം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയം വളരെ പരിമിതമായതുകൊണ്ടാണ്. പക്ഷെ ഖുർആൻ ആദ്യം സൂചിപ്പിച്ച ചില വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമേ തന്നെ പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ ഇത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്നായി നിങ്ങളെ സൃഷ്ടിച്ചു തന്ന തമ്പുരാൻ, അവനെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് വഖലഖ മിൻഹാ സൗജഹ, ആ ആത്മാവിന്റെ ഭാഗമായി, ആ ആത്മാവിൽ നിന്ന്, ആ സ്വത്വത്തിൽ നിന്നായി അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു തന്ന തമ്പുരാൻ. ആ സ്വത്വത്തിന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന ഇണയാണ്, അല്ലാതെ അവൾ മറ്റെവിടെ നിന്നും കയറി വന്നതല്ല. അവൾക്ക് നിന്റെ ആത്മാവിന്റെ തന്നെ സ്വത്വത്തോളം വലിപ്പമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. വഖലഖ മിൻഹാ സൗജഹ, അതേ ആത്മാവിൽ നിന്ന് തന്നെയായി നിന്റെ ഇണയെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു, ആ ആത്മാവിന്റെ ഇണയെ. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, എന്നിട്ട് അവ രണ്ടിൽ നിന്ന്, ഈ സ്ത്രീ പുരുഷന്മാരിൽ നിന്നായി, അവരുടെ വൈവാഹികമായ ജീവിതത്തിൽ നിന്നായി ഒട്ടേറെ പുരുഷന്മാരെയും ഒട്ടേറെ സ്ത്രീകളെയും അല്ലാഹു സൃഷ്ടിച്ചു, പരത്തിത്തന്നു എന്ന് ഖുർആൻ പറയും. മനുഷ്യ സമൂഹത്തിന്റെ വികാസം എന്നത് അങ്ങനെ ഉണ്ടായിത്തീർന്നു എന്ന് ഖുർആൻ പറയുന്നു. അതിന് വലിയ പ്രാധാന്യം അല്ലാഹു നൽകുന്നു. കുടുംബം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്ഥാപനമാണ്. അതില്ലാതെ വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം മൃഗങ്ങളെപ്പോലെ ജീവിക്കുകയും മൃഗങ്ങളുടെ വൈകാരികമായ ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് അവർക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന രീതി ഉണ്ടാകും. ഒരുപക്ഷെ ചിലർക്കത് മതിയാകുമെന്ന് വന്നേക്കാം. പക്ഷെ ധാർമ്മികമായൊരു ജീവിതം നയിക്കണമെന്നും അങ്ങനെ ഒരു സമൂഹ സൃഷ്ടി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ദർശനത്തിന്, അത്തരത്തിലൊരു സാമൂഹിക വ്യവസ്ഥിതിക്കൊരിക്കലും അതല്ലാത്ത മറ്റൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. എവിടെയും എങ്ങനെയാണ് മതങ്ങളുടേതെന്ന് പറയപ്പെടുന്ന ഏത് സാമൂഹിക വ്യവസ്ഥിതിയിലും നമ്മൾ കാണുന്നത് അവിടെ എപ്പോഴെങ്കിലും ചേർന്നു പിന്നെ എപ്പോഴോ പിരിഞ്ഞു പോകുന്ന ഒരു ജീവിതമല്ല.
മറിച്ച് വളരെ കൃത്യമായ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ചേരുന്ന ആ രീതിയിലൊരു നിയമത്തിന്റെയും കൂടി പിൻബലത്തിൽ ചേർന്നു നിൽക്കുന്ന ഒരു ജീവിതമാണ് സ്ത്രീ പുരുഷ ജീവിതം എന്നാണ് നമ്മൾ ഏത് സാമാന്യമായ മതദർശനങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുക. ഖുർആൻ കുറച്ചുകൂടി വ്യത്യസ്തമായി, അല്ലെങ്കിൽ ഇസ്ലാം കുറച്ചുകൂടി വ്യത്യസ്തമായി പറയുന്നത് അതൊരു കൃത്യമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അഖദ്ന മിൻകും മീസാഖൻ ഗലീദൻ, സ്ത്രീകളാണ് അവിടെ പ്രധാനമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ആ സ്ത്രീകൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് വളരെ ബലിഷ്ഠമായ ഒരു കരാറാണ് എന്നാണ് പരിശുദ്ധ ഖുർആന്റെ പക്ഷം. ഒരു ഫേം എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് പൊളിക്കാൻ പാടില്ല. ഒരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണോ നിലവിൽ അതിന്റെ പരിരക്ഷയായി നിൽക്കേണ്ടതായി നിയമം പറയുന്നത്, ആ നിയമമെല്ലാം അംഗീകൃതമായി നിലനിൽക്കണം. എവിടെയെങ്കിലും വെച്ച് ഇവർക്ക് രണ്ടുപേർക്കും പിരിഞ്ഞു പോകേണ്ടി വരുമ്പോൾ ആ നിയമാനുസൃതമായിട്ടുള്ള പരിരക്ഷകൾ ഇരുവർക്കും ലഭ്യമാകണം. അതാണല്ലോ യഥാർത്ഥത്തിൽ കോൺട്രാക്ട്. അതാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ ഒരു കച്ചവടത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉടമ്പടികൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്നത്. ആ ഒരു രീതിയാണ് കുറെ കൂടി പവിത്രമാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെ കാണുന്നു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അത് സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഉടമ്പടിയാണ്. ആ ഉടമ്പടിക്ക് അതിന്റെ പവിത്രതയുണ്ട്, അതിനൊരു പരിശുദ്ധിയും. അതുകൊണ്ട് തന്നെ അത് എപ്പോഴോ പൊളിച്ചിടേണ്ട ഒന്നല്ലാത്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തോന്നലിൽ ചേർന്നു നിൽക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിവിങ് ടുഗദർ എന്ന പേരിൽ ഒരുമിച്ചു ജീവിച്ച് തീർത്തിട്ട് അവസാനം പരീക്ഷണാനന്തരം നടക്കേണ്ട ഒന്നല്ല. അത് പവിത്രമാകും, അത് പരിശുദ്ധമാകും. ഇപ്പോ ചില ആളുകൾ പറയുന്നത് പോലെ എന്താ കുഴപ്പം, നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ ഒരു വൈകാരികമായ തങ്ങളുടെ ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അങ്ങനെ ചേർന്നു നിന്നാൽ പോരെ എന്നാണ് ചില ചോദ്യങ്ങൾ. പോരാ, അങ്ങനെ ഉണ്ടാകുന്നവിടെ കുടുംബം ഉണ്ടാകുന്നില്ല, അരാജകത്വം ഉണ്ടാകും, സാമൂഹികമായ ധർമ്മങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകുന്നില്ല, ഒരു മാതാവ് ഉണ്ടാകുന്നില്ല, ഒരു നല്ല പിതാവ് ഉണ്ടാകുന്നില്ല. ഒരു മാതാവും ഒരു നല്ല പിതാവും ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയാണ് സമൂഹത്തിന് ഉപകാരപ്രദമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു പിറക്കുന്നില്ല. ആ കുഞ്ഞിന് കിട്ടേണ്ടത് കേവലം ആഹാരം മാത്രമല്ല, അതിന്റെ ബൗദ്ധിക വികാസത്തിന്, സാംസ്കാരിക വികാസത്തിന് അനുപേക്ഷണീയമാം വിധം ഒരു മാതൃപരിലാളനയുടെയും ഒരു പിതൃ സഹജ സ്നേഹത്തിന്റെയും ഒക്കെ ഒരു വലിയ സ്പർശമുണ്ടാകുമ്പോഴാണ് ഒരു കുഞ്ഞ് അതിന്റെ ജീവിതത്തിന്റെ എല്ലാ വഴിയിലും നന്നായി വരുന്നത്. അല്ലാത്തത് എന്താണ്? അല്ലാത്ത മൃഗങ്ങളെ പോലെയാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കൂടിയപ്പോ എന്തോ ഒന്ന് പിറന്നുപോയി എന്നതിനപ്പുറത്തേക്ക് അതിന് പ്രത്യേകമായ ഒരു നിയമാനുസൃതത്വമില്ല. അതുകൊണ്ട് ഇസ്ലാമിന് ആ കാര്യത്തിൽ കണിശതയുണ്ട്. ഇസ്ലാം പറയുന്നു അത് വിവാഹത്തിലൂടെ തന്നെ നടക്കേണ്ടതാണ്. വൈവാഹിക ജീവിതത്തിൽ അത് ഉണ്ടാകുമ്പോൾ തന്നെ അത് ഒരു കുടുംബം എന്ന നിലക്ക് അതിന്റെ ഈണം, അതിന്റെ സംഗീതം, അതിന്റെ സൗന്ദര്യം സ്വച്ഛമായി ഒഴുകേണ്ട ഒന്നാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ ഇടപഴകുമ്പോൾ നിങ്ങൾ എന്താകണം എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അത് നിങ്ങളിൽ കാര്യമായി നമസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോക്കുന്ന ആളാണ് എന്നൊന്നും അല്ല പ്രവാചകൻ പറഞ്ഞത്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഖൈറുക്കും ലിനിസാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകളോട് നന്മ ചെയ്യുന്നതാരോ അവരാണ്. സ്ത്രീയുടെ പ്രാധാന്യം, അവരുടെ സ്ഥാനം അത് വലുതായി കണ്ടു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾക്ക് പ്രത്യേകമായി അത്തരത്തിലുള്ള പ്രാധാന്യം നൽകി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവാചകന്റെ പരിശുദ്ധമായ അവിടുത്തെ ചാരത്ത് നിന്ന് ഒരു സ്വഹാബി വര്യൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങൊന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പീഡനങ്ങളുടെ പെരുമഴ പെയ്ത കാലത്ത്, കടുത്ത പീഡനങ്ങൾ സഹിക്കാനാകുന്നില്ല. ആ സമയത്താണ് ഒന്ന് ദുആ ചെയ്യുമോ ഞങ്ങൾക്ക് വേണ്ടി എന്ന്. ആ സമയത്ത് ഒരു കടുത്ത നിശ്ചയദാർഢ്യത്തിന്റെ ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരും ഒരു കാലം ഈ മതം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഖബ്ബാബ്. അന്ന് എത്രയോ കാതമകലിൽ നിന്നൊരു പെൺകുട്ടിക്ക്
ആരെയും ഭയക്കാതെ നിർഭയയായി കടന്നുവരാൻ സാധ്യമാകുന്ന ഒരു കാലം വരും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാലം ഉണ്ടാകണമെന്ന് പറയുന്ന സമയം ഏതാണ്? ആ സമയം പീഡനങ്ങളുടെ പെരുമഴക്കാലമാണ്. പീഡന പർവ്വങ്ങൾ താണ്ടുന്ന സ്വഹാബാക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് നബിയെ ഒന്ന് ദുആ ചെയ്യാനെങ്കിലും എന്ന് ചോദിക്കുമ്പോഴാണ് തങ്ങളുടെ ശരീരങ്ങളിലേക്ക് തീ കൊണ്ട് പൊള്ളിച്ചിട്ട് ആ ശരീരത്തിൽ നിന്ന് ചലം ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ സഹിക്കാനാവാതെ മുഹമ്മദ് നബി തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അഗ്നികുണ്ഡങ്ങൾ നീ എത്രമേൽ ശാന്തമാക്കി കൊടുത്തുവോ അതുപോലെ എന്റെ മഹാനായ അനുചരൻ സയ്യിദുന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിക്ക് നീ അങ്ങനെ കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അത്ര ഭീകരം. ആ ഭീകരതയുടെ കാലത്താണ് പ്രവാചകനോട് ഒരാൾ ചോദിക്കുന്നത്, ഒന്ന് പ്രാർത്ഥിക്കുമോ? അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി അങ്ങാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വരും, ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ഒരു കാലം, അത് ശാന്തമായ കാലം, സമാധാനത്തിന്റെ കാലം. ആ സമാധാനത്തിന്റെ കാലത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്നത് അപ്പോ എത്രയോ കാലമകലെ നിന്ന് ഈ വന്യവും ഊഷരവുമായ മരുക്കാടുകൾ താണ്ടി വരുന്ന പെൺകുട്ടിക്ക് ആരെയും ഭയക്കാതെ നടന്നു വരാൻ സാധ്യമാകുന്ന ഒരു കാലം വരും എന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് ഇത് സ്വാഭാവികമായും ഇസ്ലാമിന് നേരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം സ്ത്രീക്ക് യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്ന്. പക്ഷെ ഖുർആൻ അസന്നിഗ്ധമായി അവിതർക്കിതമായി ഖുർആൻ പറയുന്നതോ സ്ത്രീ പുരുഷനെ പോലെ തന്നെ ഒരേ ആത്മാവിന്റെ തന്നെ ഭാഗമാണ്. അവളും അവനും കൂടുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത്. അതൊരു ഇമ്പമുള്ള ഒരു സൗന്ദര്യാത്മകമായ ഒരു സമീപനമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണിച്ചു തരുന്നു. അപ്പോ അവിടെ കുടുംബം എന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ അങ്ങനെ വരുമ്പോ അവിടെ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സ്വഭാവം എന്തായിരിക്കണം? ഇസ്ലാമിനൊരു പക്ഷം, ഇസ്ലാമിന്റെ പക്ഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യവിശ്വാസികളെ ആഹ്വാനം ചെയ്തു, നിങ്ങൾ മതത്തിന്റെ കാര്യത്തിൽ കൃത്യമായ തൃപ്തിയുള്ള ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ, ഒരു പുരുഷനെ കണ്ടാൽ നിങ്ങളുടെ മകളുടെ പ്രായപൂർത്തി എത്തി എന്ന് വന്നാൽ അവളെ വിവാഹം ചെയ്തു കൊടുക്കണേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെന്ത് പേരിട്ട് പറഞ്ഞാലും ശരി, ഇത് പ്രവാചക മതമാണ്. ഇത് മുഹമ്മദ് നബിയുടേതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ജാഅക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. ഇദാ ജാഅക്കും മൻ തർലൗന ദീനഹു, ഒരുത്തന്റെ ദീൻ നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് വന്നാൽ, വഖുലുഖഹു, അവന്റെ സ്വഭാവം നിങ്ങൾക്ക് തൃപ്തികരമാണ് എന്ന് വന്നാൽ, ഫസവ്വിജു, നിങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കണം. അവന്റെ എസ്റ്റേറ്റ് എത്രയുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, അവന്റെ ബാങ്ക് അക്കൗണ്ട് എത്രമേൽ വലുതാണ് എന്നറിഞ്ഞിട്ടല്ല, പക്ഷെ അവന്റെ ദീൻ എത്രയാണ്, അവന്റെ സൽ സ്വഭാവം എന്താണ്, അവന്റെ സ്വഭാവം എന്താണ്, അതിൽ അവൻ സൽ സ്വഭാവിയാണോ എന്നറിയുമ്പോ, വഇല്ലാ തകുൻ ഫിത്നത്തുൻ വഫസാദുൻ കബീർ, ഇല്ലെങ്കിൽ വലിയ നാശങ്ങൾ ഉണ്ടാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇല്ലാ തകുൻ ഫിത്നത്തുൻ വഫസാദുൻ ഫിൽ അർളി, ആ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. ഫസാദുൻ കബീർ, വലിയ കുഴപ്പങ്ങൾ. ഇതാണ് ഇസ്ലാമിന്റെ മാനം. അവിടെ വിവാഹത്തിന് പ്രത്യേകമായ ഒരു ബാരിക്കേഡ് നിശ്ചയിച്ചുകൊണ്ടല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ രീതിയിൽ ഇസ്ലാമിന്റെ മാത്രമാണ് ആ സങ്കല്പം എന്നും ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഹൈന്ദവ മതങ്ങള്, ഹൈന്ദവ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ഒരു സ്മൃതി ആണ് സത്യത്തിൽ മനുസ്മൃതി. ആരൊക്കെ എന്തു പറഞ്ഞു തള്ളിപ്പറഞ്ഞാലും മനുസ്മൃതി ഇന്ത്യയിലെ ഹൈന്ദവർ അവരുടെ പല ആചാരങ്ങളുടെയും ഭാഗമാക്കി മാറ്റുന്നു എന്നത് വസ്തുതയാണ്. പക്ഷെ ആ മനുസ്മൃതി കൃത്യമായി തന്നെ പറയുന്നു, ഒരു പിതാവിന് കന്യകയായ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് വന്നാൽ എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്. കാലേ അദാദോ പിതാവാച്യ, കാലമായിട്ടും ദാനം കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കാത്ത പിതാവ് കുറ്റക്കാരനാണ്, അയാൾ നരകാവകാശിയാണ്. ഞാൻ 2016 പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് എന്ന നിയമം കൂടുതലൊന്ന് കർശനമായി വന്ന സമയത്ത് അത് കർശനമാക്കുന്നതിന്റെ ഭാഗമായി അന്നത്തെ സുപ്രീം കോടതിയുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം, അന്നത്തെ നിയമവകുപ്പിന്റെയും നിർദ്ദേശപ്രകാരം
ഡോക്ടർ AR ലക്ഷ്മണ എന്ന അന്ന് സുപ്രീം കോടതിയുടെ തന്നെ ജസ്റ്റിസ് കൂടിയായിരുന്ന ഡോക്ടർ AR ലക്ഷ്മണ അദ്ദേഹം ലോ കമ്മീഷന്റെ ചെയർമാനായി ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. സുപ്രീം കോടതിക്ക് മാത്രമല്ല നിയമവകുപ്പിനും സമർപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ലോ ഡിപ്പാർട്ട്മെന്റ് അതിന് കൊടുക്കുന്ന ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്കറിയാനാകും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അത് അന്നുണ്ടായിരുന്നത് 18 വയസ്സാണ്. പക്ഷെ 18 വയസ്സിന് മുമ്പാണ് വിവാഹങ്ങൾ നടക്കുന്നതെന്ന് മാത്രമല്ല അത് 68%, 73%, 74% ഇങ്ങനെ ഭൂരിപക്ഷം വരുന്ന കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ, ത്രിപുരയിൽ, ബീഹാറിൽ, പശ്ചിമ ബംഗാളിൽ അങ്ങനെ ആ കണക്ക് പോകുന്നു. പക്ഷെ ഞാനത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട ഒരു പ്രത്യേകമായ വയസ്സിന്റെ പുറത്ത് തന്നെ വിവാഹം നടക്കുന്നു എന്ന ചോദ്യത്തിന് ജസ്റ്റിസ് ലക്ഷ്മണ കമ്മീഷന്റെ റിപ്പോർട്ട് പറഞ്ഞു വരുന്നത് മനു പോലെയുള്ള ടെക്സ്റ്റ് ലൈക്ക് മനുസ്മൃതി എന്നാണ്. പിന്നെ ആ വാചകം തന്നെ ടെക്സ്റ്റ് ലൈക്ക് മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങൾ അതിന്റെ പ്രത്യേക പ്രചോദനമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിവാഹങ്ങൾ നടക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്നാണ്. അപ്പോൾ ചില ആളുകൾ സാധാരണ പറയാറുള്ളത് മുസ്ലിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ വേഗം വിവാഹം ചെയ്യണമെന്ന് പറയുന്നതല്ല. സാംസ്കാരികമായി ചിന്തിക്കുന്ന, അങ്ങനെ നമ്മുടെ ഈ വഴിയെ നിൽക്കാൻ കഴിയുന്ന ആർക്കും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എന്നതാണ് സത്യം. ഞാൻ മനുസ്മൃതിയെ കൂട്ടുപിടിക്കുമ്പോ മനുസ്മൃതി പറഞ്ഞതൊക്കെ അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം വരുമെങ്കിൽ ഇല്ല. പക്ഷെ മനുസ്മൃതി കൊണ്ട് പ്രചോദിതമായി നിൽക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്നു എന്ന് പറയുന്നതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് സത്യമാണ് എന്നാണ് ജസ്റ്റിസ് ലക്ഷ്മണ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അന്ന് 18 എന്നതിനെ പോലും അംഗീകരിക്കാതെ നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ലോകത്ത് തന്നെ കണക്കെടുക്കുമ്പോ ലോകത്തെ വളരെ പരിഷ്കൃതമായ രാഷ്ട്രങ്ങളിൽ പോലും നിലനിൽക്കുന്നത് ചിലത് 16 ആണ്. അമേരിക്കയിലെ ചില സ്റ്റേറ്റുകൾ 14 ഉണ്ട്. വിത്ത് ദ കൺസെന്റ് ഓഫ് പാരന്റ്സ് എന്ന് തന്നെയാണ്. ഞാനിത് നിർബന്ധിക്കുന്ന അർത്ഥത്തിലല്ല പറയുന്നത്. മാതാപിതാക്കളുടെ പ്രത്യേക സമ്മതപ്രകാരം കോടതി വഴി അങ്ങനെയെങ്കിൽ ഈ രണ്ടുപേർക്കും ദാമ്പത്യത്തിലേക്ക് കടക്കാൻ ഈ പ്രായം മതിയാകും എന്ന് അമേരിക്കയിലുണ്ട് എന്നതുകൊണ്ട് എല്ലാം എടുക്കണമെന്നുമല്ല. പക്ഷെ ലോകത്തെ ഇവർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ലോകത്ത് പലയിടങ്ങളിലുണ്ട്, പല രാജ്യങ്ങളിൽ പല രീതിയിൽ നിലനിൽക്കുന്നു. ചിലത് 18 ആണ്, ചിലത് 20 ആണ്, 21 ആണ്. പക്ഷെ അതിന് പരിഷ്കൃതം അപരിഷ്കൃതം എന്ന് പ്രത്യേകം പറയാനില്ലെന്നർത്ഥം. കാരണം അത് ഓരോ രാജ്യത്തും ഓരോ നിയമം എന്ന അർത്ഥത്തിൽ മാത്രമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക്, അതുപോലെ ഹിന്ദുക്കൾക്ക്, ക്രൈസ്തവർക്കൊക്കെ അവരവരുടേതായ വൈയക്തിക നിയമങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന പ്രകാരമുള്ള പേഴ്സണൽ ലോസ്, അതായത് വൈയക്തികമായ നിയമങ്ങൾ. ആ നിയമം ഈ ഇന്ത്യയിലെ മുസ്ലിം ലോ പറയുന്നതും ഒരാൾക്ക് പ്രായപൂർത്തി എത്തിയാൽ അയാൾക്ക് ക്യാൻ എൻഡർ ദ മാരേജ് എന്നാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വിവാഹം ചെയ്യാം എന്നാണ്, വിവാഹത്തിൽ കടക്കാം. അവിടെ പ്രത്യേകമായ ഒരു നിയമം വരുന്നില്ല. പക്ഷെ പിന്നെ അതിനൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് പിന്നെ പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പോലെയുള്ള നിയമങ്ങൾ വന്നു എന്ന വസ്തുതയെ ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് ശാസ്ത്രീയാണെന്നാണ്. ഇപ്പൊ ചില ആളുകൾ പറയുന്നു 21 വയസ്സിൽ പെൺകുട്ടിയെ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല. 21 വയസ്സിൽ സ്വന്തം കാലിൽ നിൽക്കുമോ പെൺകുട്ടി? 21 വയസ്സിൽ സ്വന്തം കാലിൽ നിൽക്കുന്നാണോ? 21 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഡിഗ്രിയെ കിട്ടുള്ളൂ. ഡിഗ്രി കൊണ്ട് ഇന്നെന്താവാൻ? അപ്പോ പിന്നെ എന്ത് വേണം? 21 വയസ്സ് കഴിഞ്ഞൊരു 30 വയസ്സിലേക്ക് ഈ ബാരിക്കേഡ് എടുത്തൊന്ന് മാറ്റിവെക്കണം. 30 വയസ്സാകുമ്പോ സാമാന്യേന ഏതാണ്ട് ഒരു ഡോക്ടറേറ്റ് വരെ ആകാം. ഡോക്ടറേറ്റ് വരെ എത്തിയാൽ പിന്നെ ഒരു ജോലി കൂടി നേടണമെന്നാണെങ്കിൽ ഒരു 32 വയസ്സാകാം. പിന്നെ വിവാഹം ആലോചിച്ച് തിരിച്ച അവസാനം വരുമ്പോഴേക്കും ഒരു 34-35 വയസ്സാകാം. അങ്ങനെയെങ്കിൽ പിന്നെ അവളുടെ ജീവിതത്തിന്റെ കഥ എന്താകും? അങ്ങനെയെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിന്റെ കഥ എന്താകും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊരു ന്യായമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയാണ് ഈ പ്രായം ഇങ്ങനെ കൂടുതൽ കൂട്ടുന്നത് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? വിദ്യാഭ്യാസം തീരാൻ ഞാൻ പറയട്ടെ, വിദ്യാഭ്യാസത്തിന് അങ്ങനെ വൈവാഹിക ബന്ധവുമായി ജീവിതവുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ വലിയ കുറവുണ്ടാകുന്നു എന്ന് പറയാനാവില്ലല്ലോ. കേരളം അത് തെളിയിക്കുന്നില്ലേ? ഇപ്പോ ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ കേരളത്തിന് അഭിമാനമായ പെൺകുട്ടികൾ
വൈവാഹിക ജീവിതാനന്തരം ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ഓർക്കുന്നു. നമ്മുടെ ഒക്കെ സുഹൃത്ത് അഭിനന്ദനായ ഖാലിദ് സാഹിബ്, അദ്ദേഹം മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഓൾ ഇന്ത്യ ബേസിസിൽ വിവാഹിതയായ പെൺകുട്ടി പിന്നെ ആയുർവേദിക് മെഡിസിന് ഫസ്റ്റ് റാങ്ക് വാങ്ങുമ്പോൾ വിവാഹവും പഠനവും തമ്മിൽ എന്ത് ബന്ധം? ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ്. അങ്ങനെയെങ്കിൽ ആ പ്രശ്നങ്ങൾ എല്ലാവരും ഉണ്ടാവും. വിവാഹം ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ ഉണ്ടാവും. വൈവാഹിക ജീവിതവുമായി മാത്രമല്ല, അതാണ് കുട്ടിയുടെ അവളിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ അവനിൽ ഉണ്ടാകേണ്ട തനിക്ക് പഠിക്കണമെന്നുള്ള ചോദന നിലനിൽക്കുന്ന ആരും പഠിക്കും. അങ്ങനെ അല്ലാത്തവന് സകല സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്തു നോക്കൂ, അവൻ പഠിക്കൂല. അതിന് പ്രത്യേകിച്ച് അങ്ങനെ വിവാഹം ചെയ്തതോ ചെയ്യാതിരുന്നതോ ദാരിദ്ര്യം ഉണ്ടായതോ ദാരിദ്ര്യമില്ലാത്തതോ അല്ല. ദാരിദ്ര്യത്തിൽ നിന്ന് എത്രയോ ആളുകൾ വലുതായി. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരെ വലുതായി നിന്ന കേരളത്തിലെ ഒരു കൊച്ചുകുടിയിൽ നിന്ന് വന്ന KR നാരായണൻ പരമ ദാരിദ്ര്യത്തിന്റെ സകലമാന വഴിയിലൂടെ നടന്ന ഒരാൾ. മറ്റൊരാൾ APJ അബ്ദുൽ കലാം, പരമദാരിദ്ര്യം. ഇവരാരും വലിയ വായിൽ വെള്ളിക്കരണ്ടിയുമായി വന്ന ആളല്ല, അങ്ങനെയൊന്നും ജീവിച്ചവരല്ല. പക്ഷെ അവരുടെ ജന്മന ഉള്ള വാസന കൊണ്ട് പഠിക്കുകയും വളരുകയും ചെയ്തപ്പോ അവർക്ക് വലുതാകാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, സ്വപ്നം കാണാനാവാത്ത വലിയ പദവികളിലേക്ക് അവർക്ക് എത്താനായി. അത് സാധിക്കും. അതിനെന്തിനാ ഈ വിവാഹത്തെ ബന്ധിപ്പിക്കുന്നത്? അതേസമയം പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരുടെ പ്രകൃതി പഠിക്കുമ്പോൾ നമുക്കറിയാനാകും, ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമം ഉണ്ടാകുന്നതിന്റെ സമയം ഇന്ത്യയിൽ കുറഞ്ഞു വരുന്നു എന്നാണ് കണക്ക്. ആർത്തവ വിരാമം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യുൽപാദന ശേഷി കുറയുന്നു എന്ന് മാത്രമല്ല, അതിനോടുള്ള താല്പര്യം കുറയുന്നു എന്ന് കൂടി നമ്മൾ പഠിക്കണം. ഇന്ത്യയിൽ അത് കുറഞ്ഞു വന്നിട്ട് അവസാനം 46 വയസ്സിലേക്ക് വരെ എത്തുന്നു എന്ന് പറയുന്ന കണക്ക് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഞാൻ പറയുന്നത് ഇതൊക്കെ വെറുതെ എന്തോ പറയാണെന്ന് വിചാരിക്കരുത്. സാധാരണ നാച്ചുറൽ മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം, അത് ഇന്ത്യയിൽ ആ കണക്ക് 46 വയസ്സിലേക്ക് എത്തുകയാണ്. ഇന്ത്യയിലെ 4% സ്ത്രീകളെങ്കിലും അത് നേരിടുന്നുണ്ട്. 4% സ്ത്രീകൾ എന്നത് അത്ര ചുരുങ്ങിയ സംഖ്യയാണോ? 4% സ്ത്രീകളെങ്കിലും അത് നേരിടുന്നുണ്ട്. നിയർലി 4% ഓഫ് ഇന്ത്യൻ വിമൻ എക്സ്പീരിയൻസ് സൈൻസ് ഓഫ് മെനപ്പോസ് ബിറ്റ്വീൻ 29 to 34 ഇയേഴ്സ് ഓഫ് ഏജ്. കുറച്ച് മുമ്പേ കൂടിയാണ്. അതായത് 29 മുതൽ 34 വയസ്സിന്റെ ഇടയിൽ തന്നെ അവൾക്ക് ആർത്തവ വിരാമം ഉണ്ടാകുന്നു. ആർത്തവ വിരാമം ഉണ്ടാകുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ പഠിക്കേണ്ടത്, അമേരിക്കൻ സൊസൈറ്റി ഫോർ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സംഘടന പറയുന്നത് ആർത്തവ വിരാമത്തിന്റെ മറ്റൊരു പ്രശ്നം ഏതാണ്ട് 5 മുതൽ 10 വർഷം മുമ്പ്, അതായത് ആർത്തവ വിരാമത്തിന്റെ 5 മുതൽ 10 വർഷം മുമ്പേ തന്നെ ഒരു സ്ത്രീക്ക് അവളുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യാലിറ്റി കുറയും. എന്ന് പറഞ്ഞാൽ അവൾ പ്രായമേറും തോറും അവളുടെ അണ്ഡത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നാണ് കണക്കെങ്കിൽ, അത് പ്രായം കൂടുന്തോറും ഈ റിസ്കുകൾ കൂടുന്നു എന്നർത്ഥം. ഇന്നാണെങ്കിൽ ലോകാടിസ്ഥാനത്തിലുള്ള കണക്ക് പ്രകാരം തന്നെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി നേരത്തെ ആകുന്നു. ഏർലി പ്യൂബർട്ടി, വളരെ നേരത്തെ തന്നെ അങ്ങനെ പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അതു സംബന്ധമായി ഉണ്ടാകാവുന്ന ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്യൂബർട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം 1.5 വർഷം ഒക്കെ ആകുമ്പോഴേക്കും അവളുടെ പ്രത്യുൽപാദനക്ഷമതയുടെ അതിന്റെ തീവ്രതയും കൂടുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൾക്ക് വൈകാരികമായി മാനസികമായി ഒരു കുടുംബ ജീവിതത്തിലേക്ക് അടുക്കാവുന്ന ഒരു പരുവത്തിലേക്ക് അവൾ എത്തുന്നു എന്നർത്ഥം. ഇതൊന്നും വെറുതെ പറയല്ല. പ്യൂബർട്ടി സംബന്ധമായിട്ടും അത് തന്നെ പറയാം. ഈ പ്യൂബർട്ടി, ഏർലി പ്യൂബർട്ടി സാമാന്യന ഇന്ത്യൻ പെൺകുട്ടികളിൽ occurs at 10.3 years with average interval of 1.5 to 2 years till മെനാർക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യാലിറ്റിയാണ്. അതായത് അവൾക്ക് പ്രത്യുൽപാദനക്ഷമത എത്താൻ ഒരു സാമാന്യേന 1.5 മുതൽ 2 വർഷം വരെയുള്ള കാലയളവിന്റെ ഉള്ളിൽ ഒരു 10.3 വർഷം, അതായത് 10.5 വയസ്സിന്റെ ഇടയിൽ തന്നെ ഈ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നു. ഇന്ത്യൻ ഗേൾ എന്നാണ് പറഞ്ഞത്. ഇത് ഇന്ത്യയിൽ നടന്ന പഠനമായതുകൊണ്ടാണ് ഞാൻ ഇത്ര പ്രത്യേകമായി പറയാൻ കാരണം. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എന്ന സംഘടന
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന എയിംസ്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമാണ് എയിംസ് അപ്രൂവ് ചെയ്തിട്ടുള്ള പഠനരേഖകൾ ദി ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. അപ്പൊ ഏർലി പ്യൂബർട്ടി ആവും, അതായത് പ്രായപൂർത്തി നേരത്തെ ആവും. അത് സ്വാഭാവികമായും പ്രത്യുൽപാദന ശേഷിയും നേരത്തെ ആകും. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഇന്ത്യൻ കണക്കനുസരിച്ച് അവൾക്ക് ഏതാണ്ട് 46 വയസ്സ് പ്രകൃത്യാ തന്നെ ആർത്തവവിരാമം ഉണ്ടാകുന്നു. അതിന്റെ ഒരു 5-10 വർഷം മുന്നോട്ട് പോയാൽ ഒരു 30-35 വയസ്സ് എന്ന് പറയുന്നതോടുകൂടെ ഏതാണ്ട് അവസാനിച്ചു തുടങ്ങുന്നു എന്നർത്ഥം. അപ്പൊ 21 വയസ്സിന്റെ കഥ എന്താകും? ഏത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഏത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? വളരെ കൃത്യമായ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ വായിച്ചത് എന്ന് മാത്രമല്ല, ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വൈകാരികമായ പ്രശ്നങ്ങളെ ഒക്കെ തന്നെ അപഗ്രഥിക്കേണ്ടതുണ്ട്. ഇനി സാധാരണ ഇപ്പോ എല്ലാവരും പറയുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞ ഒരു കാര്യം, മറ്റേണൽ മോർട്ടാലിറ്റി കൂടുന്നു എന്നാണ്. ശുദ്ധ നുണയാണത്. അതിന്റെയും കണക്ക് തന്നെ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതേ ഉള്ളൂ. MMR അഥവാ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, അത് ഇന്ത്യയിൽ 2020 പ്രസിദ്ധീകൃതമായതുണ്ട്. 2016-18 കാലയളവിലെ പ്രസിദ്ധീകൃതമായിട്ടുള്ള കണക്കുണ്ട്. 2016-18 കാലയളവിലെ പ്രസിദ്ധീകൃതമായ കണക്കനുസരിച്ച് 15 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള മാതൃ മരണനിരക്ക് 5% എന്റെ റേഷ്യോ, അതിന്റെ അനുപാതം, എന്റെ പ്രൊപ്പോർഷൻ അതാണ് 5%. എന്നാൽ 20 മുതൽ 24 വയസ്സ് വരെ 33%, 25 മുതൽ 29 വയസ്സ് വരെ 32%, 30 മുതൽ 34 വയസ്സ് വരെ 17%, 35 മുതൽ 39 വയസ്സ് വരെ 7%. സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഗർഭധാരണ അളവ് പിന്നെ എണ്ണം കുറയുന്നു എന്നതുകൊണ്ട് തന്നെ മരണനിരക്കും കുറയുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ പ്രായവുമായി എന്ത് ബന്ധമെന്ന് കൃത്യമായി കണക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പ്രായമായിട്ട് എന്ത് ബന്ധം? മാതൃമരണ നിരക്ക് എന്ന് പറയുമ്പോൾ മാതൃമരണ നിരക്ക് പ്രസവവുമായി മാത്രം ബന്ധപ്പെട്ടല്ല. പഠനങ്ങൾ പറയുന്നതും വിദഗ്ധർ അത് സംബന്ധമായി പറഞ്ഞു തരുന്നതും മാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്, ചിലപ്പോഴൊക്കെ ഈ വളരെ മോശമായ തലത്തിൽ ഏതൊക്കെയോ പിന്നെ ജീവിത വ്യഥകൾക്കിടയിൽ, ചില ദൗർബല്യങ്ങൾക്കിടയിൽ അങ്ങനെ ഗർഭം ധരിക്കേണ്ടി വന്ന പെൺകുട്ടികൾ, 17-ലും 16-ലും ഒക്കെ ഗർഭം ധരിക്കേണ്ടി വന്നിട്ടുള്ള പെൺകുട്ടികൾ, അങ്ങനെ സെപ്റ്റിക് അബോർഷനുകൾ ഉണ്ടാകുന്നു എന്നതാണ് പലപ്പോഴും മാതൃമരണ നിരക്കിന്റെ വർധനവിന്റെ പ്രധാനപ്പെട്ട കാരണം. സെപ്റ്റിക് അബോർഷൻസ് അഥവാ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഉണ്ടായിത്തീരുന്ന ഗർഭചിത്രം, അങ്ങനെയൊക്കെ ഏതൊക്കെയോ രഹസ്യ സങ്കേതങ്ങളിൽ പോയി നടത്തുന്ന ഗർഭചിത്രങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന കണക്കും കൂടി ഇതിലേക്ക് ചേർക്കാൻ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം സമൂഹം അറിയുകയും സമൂഹത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായി നടക്കേണ്ട വിവാഹങ്ങൾ അല്ലാതെ നടക്കുന്നു എന്നതുകൊണ്ടും അതിന്റെ മാനഹാനി തടയാൻ വേണ്ടി അബോർഷന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന മരണനിരക്ക് കൂടി ഇതിലേക്ക് ചേരുന്നു എന്നാണ്. അതിനാരാ ഉത്തരവാദി? ഇനി ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. 19-ഉം 20-ഉം വയസ്സെത്തുമ്പോഴേക്കും ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന വൈകാരികത, ഒരു പുരുഷനും ഉണ്ടാകുന്ന വൈകാരികത, അതിനെന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ചിലർ ഉത്തരം പറയുന്നത് ഇവിടെ ലിവിങ് ടുഗദറില്ലേ എന്നാണ്. ശരി, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടായാൽ അതിലുണ്ടാകുന്ന ഒരു കുട്ടി, ഒരു കുഞ്ഞ് ഏതർത്ഥത്തിലാണ് ഇന്ത്യൻ നിയമപ്രകാരം അതിനെ പരിഗണിക്കപ്പെടുക? അതൊരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡാണ്, നിയമാനുസൃതമല്ലാത്ത ഒരു കുട്ടിയാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് വാപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ, പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ സ്വത്തവകാശമേ ഇല്ല. അവൾക്ക് അത്തരത്തിലൊരു നിയമം വരുന്നേയില്ല. അങ്ങനെ ഒരു മതപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്ങനെ കൂടിച്ചേരേണ്ടത്? ഏതെങ്കിലും നിയമത്തെ അടിസ്ഥാനപ്പെടുത്തുന്നു? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ അതിന് ഈ പറയുന്ന നിയമം കൂടുതൽ ബാധകമാവാം. അപ്പൊ പിന്നെ ഒരു നിയമത്തെയും ബന്ധപ്പെടുത്താതെ സ്വന്തം ജീവിക്കുക. സ്വന്തം ജീവിച്ചാലോ എപ്പോഴാ പിരിയാൻ തോന്നുന്നത് അപ്പോ പിരിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ പിരിയലിൽ ഒരു നിയമസുരക്ഷിതത്വവും പെണ്ണിന് ലഭ്യമാകാതെ പോവുക. അപ്പോൾ ഈ നിയമം കൊണ്ടുവന്നാൽ ഏറ്റവും കൂടുതൽ അതിന്റെ വലിയ ദുരന്തം അനുഭവിക്കേണ്ടത് ആരാണ്? പെൺകുട്ടി തന്നെ. പെൺകുട്ടി തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം സ്ത്രീ വിരുദ്ധമാണ്. ഇത് സ്ത്രീ വിരുദ്ധമാണ്. ഇത് മതവിരുദ്ധാണെന്നല്ല പറയേണ്ടത്, ഇത് സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീകളെ
അവരുടെ സ്വാഭാവികമായ ജൈവ പ്രക്രിയയെ, അവരുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അവരുടെ വൈകാരികതയെ, അവരുടെ അത്തരത്തിലുള്ള ജൈവപരമായ ആഗ്രഹങ്ങളെ, അവരുടെ ബയോളജിക്കൽ നീഡ്സ്, അതിനെപ്പോലും തടയുന്ന അർത്ഥത്തിൽ ഇത് മനുഷ്യാവകാശ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ഒരു നിയമത്തെക്കുറിച്ചാണ് പഠനം തുടങ്ങിയിട്ടുള്ളത്. എന്തും എപ്പോഴും ഏത് അർദ്ധരാത്രിയും പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പോ വന്നോ ഒന്നില്ലേ എന്നുള്ളതല്ല, ഏതു സമയത്തും വരാവുന്നതാണ് ഇത്തരം നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. രാജ്യത്തെ മനുഷ്യന്റെ സമ്പദ്ഘടനയെ ഒരൊറ്റ അർദ്ധരാത്രി കൊണ്ട് പൊളിച്ചു കളഞ്ഞ ഒരാൾക്ക് ഇനി ഇങ്ങനെ മനുഷ്യകുലത്തെ മുഴുവനും ബാധിക്കാവുന്ന ഇത്തരം പ്രശ്നങ്ങളെപ്പോലും അപഗ്രഥനത്തോടെയോ അവധാനതയോടെയോ കാണാൻ കഴിയാത്ത വിധം ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അങ്ങനെയാണല്ലോ അല്പനർത്ഥം കിട്ടിയാൽ അങ്ങനെയാണ്. അപ്പൊ അർദ്ധരാത്രി തന്നെയാണ് കുട പിടിക്കാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഒരു അവധാനതയുടെയും ആവശ്യമില്ല. ഈ പഠനങ്ങളൊന്നും ഞാൻ വെറുതെ എവിടുന്നോ പറഞ്ഞതല്ല. ഈ പഠനങ്ങൾ കൃത്യമായ വസ്തുതാപരമായി വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനങ്ങളാണ്. ആ പഠനങ്ങൾക്കനുസൃതമായി കുടുംബജീവിതത്തെ, ഒരു സ്ത്രീയുടെ ജൈവപരമായ അവരുടെ ആവശ്യങ്ങളെ, അവരുടെ വൈകാരികമായ ആവശ്യങ്ങളെ, ഇതിനെല്ലാം ധാർമ്മികമായി കൊണ്ടുപോകണമെന്നൊരു പെൺകുട്ടി ആഗ്രഹിച്ചാൽ അത് നടക്കാതെ വരുന്നുവെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ മൗലികാവകാശങ്ങളിൽ മതവിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെയും കൂടിയുള്ള കടന്നുകയറ്റാൻ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. ശരിയാണ്, ഇന്നതൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ഏത് ഭരണഘടന എന്ന് പറയുന്നതിനെ കുറിച്ച് വിസ്മൃതിയിലാണ്ടുപോയി നിൽക്കുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് പറയണോ എന്നായിരിക്കാം നിങ്ങളുടെ ചോദ്യം. പക്ഷേ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇന്ത്യയുടെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരം all persons are equally entitled to freedom of conscience and the right freely to practice, profess and propagate religion എന്ന് പറയുന്ന to practice, അവനവന്റെ മതത്തെ ആചരിക്കാനും അനുഷ്ഠിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തപ്പെടുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന നിലക്ക് മാത്രമല്ല, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക്, സ്ത്രീ പുരുഷൻ എന്ന നിലയിൽ തങ്ങളുടെ ജൈവപരമായ അവകാശങ്ങളെ പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഭീതിതമായ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ കോടതി വിധി കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോടതി 2013 ഇതുപോലെ ഒരു കേസിൽ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അന്നത്തെ കോടതി വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു, ഇങ്ങനൊരു ബാരിക്കേഡ് വെക്കാൻ പറ്റൂല, ഇതൊരു സ്റ്റേറ്റ് ജാക്കറ്റ് ഫോർമുലയാക്കാൻ പറ്റൂല, അതങ്ങനെ ഒരു പ്രത്യേക വയസ്സ് വെക്കാൻ പറ്റില്ല. അതാണ് ശരി. അല്ലാതെ ഇന്ന വയസ്സിൽ തന്നെ വിവാഹം ചെയ്ത് വിട്ടോളണമെന്ന് ആരും പറയുന്നില്ല. സാധാരണ സാമൂഹിക വികാസത്തിന്റെ, വിദ്യാഭ്യാസ വികാസത്തിന്റെ, ബോധവൽക്കരണത്തിന്റെ ഒക്കെ പ്രക്രിയകൾ വലുതാകുമ്പോ പ്രായം കൂടിയോ കുറഞ്ഞോ വന്നു വരാം. പക്ഷെ അതാര് ചെയ്യണം? ഷീ ക്യാൻ ഓപ്റ്റ്. അതാണ് പ്രധാനം. അവൾക്ക് തന്നെ അവളുടെ കാര്യത്തെ തീരുമാനിക്കാൻ കഴിയുന്ന, അവൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശത്തെ തട്ടിപ്പറിച്ചെടുക്കുന്ന സ്ത്രീ വിരുദ്ധതയാണ് 21 എന്ന് പറയുന്ന വിവാഹപ്രായ നിയമം. അതിനെതിരാകണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ധാർമ്മികത നൽകട്ടെ. അഡോളസൻസ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് വളരെ ശക്തമായ കൊടുങ്കാറ്റ് പിടിച്ച കാലം എന്നാണ് അതിന് പറയേണ്ടത്. ദ പീരീഡ് ഓഫ് സ്റ്റോം, കൊടുങ്കാറ്റ് പിടിച്ച കാലം. ആ സമയത്ത് ഇതെല്ലാം തടഞ്ഞു നിർത്തുന്നു എന്ന് പറയുന്നതിനെ നമ്മൾ അങ്ങനെ കാണണം. എല്ലാവരും ഒരുപോലെ ആകണമെന്നൊന്നുമില്ല. ചിലർക്ക് 23 വയസ്സിന് നടക്കും, 20 വയസ്സിന് നടക്കും. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓരോ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനൊരു പ്രായം പ്രകൃതി തന്നെ നിശ്ചയിക്കാതെ പോയത്. പ്രകൃതി അതിനൊരു സാമാന്യ സമയം കണ്ടു, അത് പ്രായപൂർത്തിയായി. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അതാണല്ലോ പ്രകൃതി മതവും. മറിച്ചുണ്ടാകുന്നത് പ്രകൃതി വിരുദ്ധമാണ്, ജൈവികമായ ആവശ്യങ്ങളുടെ നിരാസമാണ്. ഒരു അർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധവും മനുഷ്യാവകാശ വിരുദ്ധവുമായ നിയമമാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ